ഹൈറിച്ച് സാമ്പത്തിക തട്ടിപ്പ് കേസിൽ പ്രതികൾ ഇഡിക്ക് മുന്നിൽ ഇന്നും ഹാജരായി. ഇഡി പ്രതാപനും ശ്രീനിയുമാണ് ഇഡി ഓഫീസിലെത്തിയത്. ഇരുവരെയും കഴിഞ്ഞ ദിവസവും ഇഡി ചോദ്യം ചെയ്തിരുന്നു. ഇവരുമായി രേഷ്മ ബാബു ചേരുക. രേഷ്മ, ഇത് രണ്ടാമത്തെ ദിവസമാണ് ഇഡിക്ക് മുന്നിൽ ഈ രണ്ട് പ്രതികളും ഹാജരായത്. ഇപ്പോഴും ചോദ്യം ചെയ്യൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. മറ്റു വിവരങ്ങൾ കൂടി. സുരേഷ്, ഹൈറിച്ച് സാമ്പത്തിക തട്ടിപ്പ് കേസിൽ പ്രതികളായിട്ടുള്ള കെ.ഡി. പ്രതാപൻ, ഭാര്യ ശ്രീന പ്രതാപൻ രണ്ടാമത്തെ ദിവസമാണ് ഇ.ഡി. ഓഫീസിൽ ചോദ്യം ചെയ്യലിനായിട്ട് ഹാജരായിട്ടുള്ളത്. 9:55 ഇവർ ഇ.ഡി. ഓഫീസിലെത്തിയത്. ഇന്നലെ ആണ് ഒളിവിലായിരുന്ന ഇവർ ഇ.ഡി. ഓഫീസിൽ ഒന്നാമത്തെ ദിവസം, അതായത് ഇന്നലെ ഹാജരായി ചോദ്യം ചെയ്യലിന് വിധേയമായിരുന്നു. മണിക്കൂറുകളോളം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർ ഇരുവരെയും ചോദ്യം ചെയ്തിരുന്നു. ഈ കേസിലെ പ്രധാനപ്പെട്ട മുഖ്യപ്രതികൾ തന്നെയാണ്. ഇവരിൽ നിന്നാണ് കൂടുതൽ അന്വേഷണം ഇനി നടത്തുവാനുള്ളത്. അതുകൊണ്ട് തന്നെ ഇരുവരെയും ഉടൻ തന്നെ ചോദ്യം ചെയ്യണമെന്നുള്ളൊരു നിലപാട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നേരത്തെ കോടതിയിൽ സ്വീകരിച്ചിരുന്നു. മുൻകൂർ ജാമ്യ ഹർജി പരിഗണിക്കവേ കോടതിയും ഇക്കാര്യത്തിൽ ചില ചോദ്യങ്ങൾ കെ.ഡി. പ്രതാപനോടും ഒപ്പം തന്നെ ശ്രീന പ്രതാപനോടും ഉന്നയിച്ചിരുന്നു. അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ ഹാജരായിക്കൂടെ എന്നായിരുന്നു കോടതി ചോദിച്ചത്. തുടർന്നാണ് അഭിഭാഷകർക്കൊപ്പം ഇന്നലെ ഹാജരാകുമെന്ന് ഉറപ്പ് നൽകുകയും ഇന്നലെ ഹാജരാകുകയും ചെയ്തത്. ആദ്യം എത്തിയത് കെ.ഡി. പ്രതാപനായിരുന്നു. തൊട്ടു പിന്നാലെ ഉച്ചയ്ക്ക് ശേഷം ശ്രീന പ്രതാപനും എത്തുകയായിരുന്നു. ഈ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ് ഇ.ഡി. പ്രധാനമായിട്ടും അന്വേഷിക്കുന്നത്. ഏകദേശം 1600-ലധികം കോടി രൂപയുടെ തട്ടിപ്പ് ഇരുവരും നടത്തിയിട്ടുണ്ട്. ക്രിപ്റ്റോ കറൻസി ഇടപാട് വഴിയും ഒപ്പം തന്നെ OTT പ്ലാറ്റ്ഫോം ബിസിനസ് വഴിയുമാണ് ഇത്തരത്തിൽ തട്ടിപ്പ് നടത്തിയിട്ടുള്ളത്. ഈ ക്രിപ്റ്റോ കറൻസി ഇടപാട് വഴി നടത്തിയിട്ടുള്ള ഈ തട്ടിപ്പിൽ തട്ടിപ്പ് പണം ഹവാല വഴി വിദേശത്തേക്ക് കടത്തിയതായിട്ടും ഇ.ഡി. കണ്ടെത്തിയിട്ടുണ്ട്. 212 കോടി രൂപയുടെ ഇരുവരുടെയും സ്വത്തുവകകൾ നേരത്തെ തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മരവിപ്പിക്കുകയും ചെയ്തിരുന്നു. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ റെയ്ഡ് തുടങ്ങുന്നതിന് തൊട്ട് പിന്നാലെ, അതായത് ഇരുവരുടെയും വീട്ടിലേക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് റെയ്ഡിന് എത്തുന്നതിന് തൊട്ട് മുന്നേ തന്നെയായിരുന്നു ഇരുവരും ഒളിവിൽ പോയത്. എന്തായാലും കോടതിയുടെ ഇടപെടലിന്റെ അടിസ്ഥാനത്തിലാണ് ഇരുവരും ചോദ്യം ചെയ്യലിന് ഹാജരായത്. അറസ്റ്റ് ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. നേരത്തെ കോടതിയിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വ്യക്തമാക്കിയത് അറസ്റ്റ് ഉണ്ടാകില്ല, പക്ഷേ ചോദ്യം ചെയ്തെങ്കിൽ മാത്രമേ ഈ തട്ടിപ്പിന്റെ വ്യാപ്തി മനസ്സിലാക്കാൻ രേഷ്മ, ഇവിടെ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട്, ഹൈറിച്ച് കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ നിക്ഷേപകർ ഈ പ്രതികൾക്കെതിരെ മൊഴി നൽകാനോ അല്ലെങ്കിൽ പരാതി നൽകാനോ തയ്യാറായിരുന്നില്ല എന്നത് ശ്രദ്ധേയമാണ്. അതായത് വലിയ രീതിയിലുള്ള സാമ്പത്തിക നിക്ഷേപം നടത്തിയവർ പോലും ഒരു പരാതിയും ഇതിനകം നൽകിയിട്ടില്ല എന്നതാണ് ശ്രദ്ധേയം. പ്രത്യേകിച്ച് കർണാടകയിലെയും തമിഴ്നാട്ടിലെയും ഉൾപ്പെടെയുള്ള വ്യവസായികളടക്കം ഇതിൽ പങ്കാളികളായിട്ടുണ്ട്. അവർ കള്ളപ്പണം വെളുപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലൊരു പരാതിയും നൽകാതിരുന്നത്. അങ്ങനെയുള്ള നിക്ഷേപിച്ച പണമാണ് എന്നതടക്കമുള്ള വിവരങ്ങളും സൂചനകളുമാണ് പുറത്തു വന്നിരുന്നത്. അതുമായി ബന്ധപ്പെട്ട് ഇഡിയുടെ അന്വേഷണവും വരും ദിവസങ്ങളിൽ പുരോഗമിക്കാൻ തന്നെയാണ് സാധ്യത. തീർച്ചയായിട്ടും. കാരണം ഇവർ ആരുമായിട്ടൊക്കെ ചേർന്നാണ് ഈ ബിസിനസ് നടത്തിയത്, ആരുമായിട്ടൊക്കെ ചേർന്ന് സാമ്പത്തിക ഇടപാടുകൾ നടത്തി വിദേശത്തേക്ക് ഹവാല പണം ഒഴുക്കിയതിൽ ആർക്കൊക്കെ പങ്കുണ്ട്, ഇത്തരം കാര്യങ്ങൾ തന്നെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണ വിധേയമാക്കിയിരിക്കുന്നത്. നേരത്തെ തന്നെ കോടതിയിലടക്കം ഇക്കാര്യം ഇ.ഡി. വ്യക്തമാക്കിയിരുന്നു. അതായത് ഇരുവരെയും ചോദ്യം ചെയ്തെങ്കിൽ മാത്രമേ ഈ തട്ടിപ്പ് നടത്തിയിട്ടുള്ള പണം കൂടുതലായിട്ടുണ്ട്, ആ പണം കണ്ടുകെട്ടിയില്ലെങ്കിൽ ആ പണം ഒളിപ്പിക്കാനുള്ള ശ്രമങ്ങൾ പ്രതികളുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുമെന്നും ഇ.ഡി. വ്യക്തമാക്കിയ ഒരു സാഹചര്യമുണ്ട്. നിലവിൽ ഈ ഹവാല ഇടപാട് വഴി വിദേശത്തേക്ക് പണം കടത്തിയതിൽ ഏകദേശം 100 കോടി രൂപയുടെ പ്രാഥമിക വിവരങ്ങൾ മാത്രമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ലഭ്യമായിട്ടുള്ളത്. കൂടുതൽ പണത്തിന്റെ സോഴ്സ് അടക്കം കണ്ടെത്തണമെങ്കിൽ ചോദ്യം ചെയ്യലിലൂടെ അതിന്റെ മറുപടികളിലൂടെ മാത്രമേ വ്യക്തമാകുകയുള്ളൂ. അതിനിടയിൽ തന്നെ മറ്റൊരു സുപ്രധാനമായിട്ടുള്ള ഒരു നീക്കം ഇഡിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുകയും ചെയ്തിട്ടുണ്ട്. അതായത് വ്യവസായിയായിട്ടുള്ള വിജേഷ് പിള്ളയെ ഈ കേസിൽ ചോദ്യം ചെയ്യാനായിട്ട് ഇ.ഡി. വിളിച്ചിട്ടുണ്ട്. നേരത്തെ വെള്ളിയാഴ്ച ഹാജരാകണമെന്നുള്ളൊരു നിർദ്ദേശം വിജേഷ് പിള്ളയ്ക്ക് ഇ.ഡി. നൽകിയെങ്കിലും ഹാജരായിരുന്നില്ല. ഇന്ന് വീണ്ടും ഹാജരാകണമെന്നുള്ളൊരു നിർദ്ദേശം ഇ.ഡി. നൽകിയിട്ടുണ്ട്. പക്ഷെ ഇതുവരെ വിജേഷ് പിള്ള ഇ.ഡി. ഓഫീസിലേക്ക് എത്തിയിട്ടില്ല. 40 കോടി രൂപയുടെ ഇടപാടുകൾ ശ്രീനയും ഒപ്പം തന്നെ പ്രതാപനും തമ്മിൽ വിജേഷ് പിള്ളയ്ക്ക് ഉണ്ടായിട്ടുണ്ട്. OTT പ്ലാറ്റ്ഫോം ബിസിനസ്സുമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിൽ വിജേഷ് പിള്ളയുമായിട്ട് സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടായിട്ടുള്ളത്. ഈ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച രേഖകൾ ഹാജരാക്കാൻ വേണ്ടിയിട്ടാണ് വിജേഷ് പിള്ളയ്ക്ക് ഇ.ഡി. നിലവിൽ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. എന്തായാലും വിപുലമായിട്ടുള്ള ഒരു അന്വേഷണം തന്നെയാണ് ഇ.ഡി. നടത്തുന്നത്. പരാതിക്കാരുടെ
ഒരു ബാഹുല്യം സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഒന്നും തന്നെ ഇഡിക്ക് അത് പ്രശ്നമല്ല. മറിച്ച് ഇതിന്റെ വ്യാപ്തി, അതായത് 1600-ലധികം കോടി രൂപയുടെ തട്ടിപ്പ് നടത്തിയിട്ടുണ്ട്. ഇതിൽ കള്ളപ്പണ ഇടപാടുകൾ വലിയ രീതിയിൽ നടന്നു. മാത്രവുമല്ല, ഈ ക്രിപ്റ്റോ കറൻസി RBIയുടെ അടക്കം അനുമതിയില്ല, അല്ലെങ്കിൽ മറ്റ് അനുമതികൾ ഒന്നും തന്നെ ഇല്ലാതെ ക്രിപ്റ്റോ കറൻസി തട്ടിപ്പ് നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ അന്വേഷണം വലിയ രീതിയിൽ വിപുലപ്പെടുത്താനുള്ള ശ്രമങ്ങൾ ഇഡിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട്. എന്തായാലും അറസ്റ്റ് അടക്കമുള്ള സാധ്യതകൾ തള്ളിക്കളയാനാകില്ല. നിലവിൽ ചോദ്യം ചെയ്യൽ കൊച്ചിയിലെ ഇഡി ഓഫീസിൽ തുടരുകയാണ്. വിജേഷ് പിള്ള ഇതുവരെ എത്തിയിട്ടില്ല. വിജേഷ് പിള്ളയെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണവും ഇഡി നടത്തുന്നുണ്ട്. സുരേഷ്, കൊച്ചിയിൽ നിന്നും രേഷ്മ ബാബുവാണ് വിശദാംശങ്ങൾ നൽകിയത്.